ഞാൻ സലീമ സാജിദ്. കൗൺസിലിംഗ് ക്യാപ്സ്യൂളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ബോഡി ഇമേജ് എന്നത്? നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചിത്രങ്ങൾ, ചിന്തകൾ, ഫീലിംഗ്സ് ഇവയെല്ലാമാണ് ബോഡി ഇമേജ് എന്നത്. കണ്ണാടിയിൽ നാം നമ്മളെ കാണുമ്പോൾ നമ്മെക്കുറിച്ച് എന്താണ് നമുക്ക് തോന്നുന്നത്? അതാണ് ബോഡി ഇമേജ് എന്നത്. ചിലർക്ക് സ്വന്തം ശരീരം കണ്ടാൽ കോൺഫിഡൻസ് തോന്നും. മറ്റു ചിലർക്ക് ഇൻസെക്യൂരിറ്റി, പേടി, കമ്പാരിസൺ എന്നിവയൊക്കെയാണ് തോന്നുക. ഇന്നത്തെ ലോകത്തിൽ ബോഡി ഇമേജ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയം തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ, സിനിമകൾ, പരസ്യങ്ങൾ, റീൽസ്, ഫാഷൻ ട്രെൻഡ്സ്, ഫിൽറ്റേഴ്സ്, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്നിവയെല്ലാം മനുഷ്യരുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. പെർഫെക്റ്റ് ബോഡി, പെർഫെക്റ്റ് സ്കിൻ, പെർഫെക്റ്റ് ഫേസ് എന്ന ആശയങ്ങളെല്ലാം പലർക്കും അവരുടെ ഉള്ളിൽ പ്രഷർ സൃഷ്ടിക്കുന്നുണ്ട്. പലരും സ്വന്തം ശരീരത്തെ അക്സെപ്റ്റ് ചെയ്യുന്നതിനു പകരം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ തുടങ്ങുന്നു. ഒരാൾ സ്ലിം ആണെങ്കിൽ പ്രശ്നം, ഹെൽത്തി വെയിറ്റ് ആണെങ്കിൽ അതും പ്രശ്നം, ഇനി ഡാർക്ക് സ്കിൻ ആണെങ്കിൽ ജഡ്ജ്മെന്റ്, ഷോർട്ട് ഹൈറ്റ് ആണെങ്കിൽ ഇൻസെക്യൂരിറ്റി, ഹെയർ ഫാൾസ് ഉണ്ടായാൽ ടെൻഷൻ. ഇങ്ങനെ പല കാര്യങ്ങളും മനുഷ്യന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ട്. പലർക്കും അത് പുറത്തുനിന്ന് നോർമലായി തോന്നിയേക്കാമെങ്കിലും ഉള്ളിൽ അവർ സൈലന്റ് സ്ട്രഗിൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബോഡി ഇമേജ് എന്നത് ശരീരത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു വിഷയമല്ല. അത് നമ്മുടെ മനസ്സുമായി, നമ്മുടെ ഇമോഷൻസുമായി, ആത്മവിശ്വാസവുമായി ഡീപ്ലി കണക്റ്റഡ് ആയ ഒരു വിഷയമാണ്. ഒരാൾ സ്വന്തം ശരീരത്തെ എങ്ങനെ കാണുന്നു എന്നത് അയാളുടെ ജീവിതത്തെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ്, കരിയർ, സോഷ്യൽ ലൈഫ്, മെന്റൽ ഹെൽത്തിൽ വരെ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. നെഗറ്റീവ് ബോഡി ഇമേജ് ഉള്ളവർ പലപ്പോഴും കണ്ണാടിയിൽ നോക്കാൻ പോലും ഇഷ്ടപ്പെടുകയില്ല. ഫോട്ടോ എടുക്കാൻ പോലും ഇക്കൂട്ടർക്ക് ഭയമായിരിക്കും. പബ്ലിക്കായി സംസാരിക്കാൻ കോൺഫിഡൻസ് കുറയും. ചിലർ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് സ്വന്തം ജീവിതത്തെ വെറുക്കാൻ തുടങ്ങും. എനിക്ക് ബ്യൂട്ടി ഇല്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, ഇത്തരം ചിന്തകൾ അവരുടെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ബ്യൂട്ടി എന്നത് ഒരേ രീതിയിലുള്ള ഒന്നല്ല. ഓരോ മനുഷ്യനും യൂണീക്കാണ്. എല്ലാവരുടെയും ബോഡി സ്ട്രക്ചർ, സ്കിൻ ടോൺ, ഫേസ് ഷേപ്പ്, ഹൈറ്റ്, പേഴ്സണാലിറ്റി എല്ലാം വ്യത്യസ്തമാണ്. ഒരാൾക്ക് ഒരാളെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ എന്നത് പലപ്പോഴും അൺനെസസറി പെയിൻ മാത്രമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ സൊസൈറ്റി പലപ്പോഴും അപ്പിയറൻസിനെ കൂടുതലായി വാല്യൂ ചെയ്യുന്നു. പക്ഷെ ഒരു മനുഷ്യന്റെ റിയൽ വാല്യൂ എന്നത് അവന്റെ ക്യാരക്ടർ, കൈൻഡ്നെസ്, മൈൻഡ് സെറ്റ്, കോൺഫിഡൻസ്, ബിഹേവിയർ എന്നിവയിലാണ്. ഒരാളുടെ ബോഡി ഷേപ്പ് അയാളുടെ വർത്ത് തീരുമാനിക്കുന്നില്ല. ഹെൽത്തി ബോഡി എന്നത് പെർഫെക്റ്റ് ബോഡി അല്ല. ആരോഗ്യകരമായ മനസ്സും ശരീരവുമാണ് യഥാർത്ഥ ബ്യൂട്ടി എന്നത്. സെൽഫ് കെയർ, എക്സസൈസ്, ഹെൽത്തി ഫുഡ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, പ്രോപ്പർ സ്ലീപ്പ് ഇവയെല്ലാം ബോഡി ഇമേജ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം പ്രധാനം സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. സെൽഫ് അക്സെപ്റ്റൻസ് എന്നത് ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നതിലല്ല. എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഞാൻ എന്നെ വെറുക്കുകയില്ല, ഞാൻ എന്നെ വളരെയധികം സ്നേഹിക്കും എന്ന തീരുമാനമാണത്. കാരണം ഇൻസെക്യൂരിറ്റി എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ അതിൽ ജീവിച്ചു പോകണോ, അതിനെ ഓവർകം ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചോയ്സ് മാത്രമാണ്. ഇന്നത്തെ ജനറേഷനിൽ ടീനേജേഴ്സ് മുതൽ അഡൽറ്റ് വരെ ബോഡി ഇമേജ് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. മറ്റുള്ളവരുടെ ശരീരത്തോട് സ്വന്തം ശരീരത്തെ കമ്പയർ ചെയ്ത് അതിനെ അവഹേളിക്കാതിരിക്കുക. കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഹാബിറ്റും നിർത്തുക. ആത്മനിന്ദ തീ വിറകിനെ എന്ന പോലെ എരിച്ചു കളയും. എന്റെ ശരീരം മറ്റുള്ളവർക്ക് എങ്ങനെ കാണപ്പെടുന്നു എന്നതിൽ നിന്ന് എന്റെ ബോഡി എനിക്ക് എന്ത് ചെയ്തു തരുന്നു എന്നതിലേക്ക് നാം മാറണം. നമ്മുടെ ശരീരമില്ലെങ്കിൽ ഒന്നോർത്തു നോക്കൂ, പിന്നെ നാം ആരാണ്? നമ്മെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മെ ശ്വസിപ്പിക്കുന്ന, ഉറങ്ങാൻ സഹായിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ, ഇമ്പമുള്ള പാട്ടുകൾ കേൾക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത എത്രയെത്ര കാര്യങ്ങളാണ് നമ്മുടെ ശരീരം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്.
ഇങ്ങനെയൊക്കെ ഉപകാരമുള്ള നമ്മുടെ ശരീരത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കരുത്. സ്വയം സ്നേഹിക്കാത്തവർക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. എന്റെ ആവശ്യത്തിനുള്ള സൗന്ദര്യമൊക്കെ എനിക്കുണ്ട്, ഞാൻ ഇതുകൊണ്ട് തൃപ്തനാണ് എന്നങ്ങ് മനസ്സിൽ ഉറപ്പിക്കുക. അതോടെ തീരും ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ. ആത്മവിശ്വാസം എന്നത് ശൂന്യതയിൽ നിന്ന് വരുന്ന ഒന്നല്ല. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ആഴമേറിയ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതിനർത്ഥം ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന അഹങ്കാരമോ ഞാനൊരിക്കലും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതില്ല എന്ന അലസതയോ അല്ല. നമ്മുടെ ശരീരത്തെ ഒബ്ജക്റ്റ് ആയി കാണുന്നത് നിർത്തുക. പകരം അതിനെ ഒരു ഡിവൈസ് ആക്കി കാണുക. ശരീരം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ് എന്ന ചിന്തയിൽ നിന്ന് എന്നെ ജീവിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, കളിക്കാൻ, ജോലി ചെയ്യാൻ, എല്ലാറ്റിനും സഹായിക്കുന്ന ഒരു ഡിവൈസാണ് എന്ന മനോഭാവത്തിലേക്ക് നാം മാറുക. ആധുനിക മനഃശാസ്ത്രം ഇതിനെ ഫങ്ഷണൽ ആപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരീരം എങ്ങനെ കാണപ്പെടുന്നു എന്നതിൽ നിന്നും മാറി ശരീരം എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണിത്. എന്റെ കാലുകൾ കട്ടിയുള്ളതാണ്, എന്റെ കൈകൾക്ക് ഷേപ്പില്ല, എന്റെ വയറ് വലുതാണ്. ഇത്തരം ചിന്തകൾക്ക് പകരം ഈ വയറാണ് എന്നെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നത്, എനിക്ക് എനർജി നൽകുന്നത്. ഈ ഭംഗിയില്ലാത്ത കട്ടി കൂടിയ കാലുകളാണ് എന്നെ ഓടാനും ചാടാനും ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്കെല്ലാം എത്തിപ്പെടാനും എന്നെ സഹായിക്കുന്നത്. ഈ ഷേപ്പില്ലാത്ത കൈകളാണ് എന്നെ തല്ലാനും തലോടാനും മറ്റുള്ളവരെ കെട്ടിപ്പിടിക്കാനും ഞാൻ ഉദ്ദേശിച്ചതെല്ലാം ചെയ്യാനും എനിക്ക് ഹെൽപ്പാവുന്നത്. ഇങ്ങനെ പോസിറ്റീവ് ചിന്തകളിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്തു വെക്കുക. അതായത് ശരീരത്തോട് നന്ദിയും സ്നേഹവും ആദരവും ഉണ്ടാവുക എന്നർത്ഥം. നിങ്ങൾക്ക് ബാഡ് ഫീൽ ഉണ്ടാക്കുന്ന ഏതൊരു അക്കൗണ്ടുകളും അൺഫോളോ ചെയ്യുക. അത് വീക്ക്നെസ് അല്ല, സെൽഫ് കെയർ ആണ്. ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് കാരണം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയ ഒരു ഹൈലൈറ്റ് റീൽ മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. എല്ലാവരും അവരുടെ ബെസ്റ്റ് സൈഡ് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. ബോഡി ഇമേജ് നല്ലതാകുമ്പോൾ ഒരാളുടെ കോൺഫിഡൻസും നാച്ചുറലായി വളർന്നുകൊണ്ടേയിരിക്കും. അവർ ജീവിതത്തെ കൂടുതൽ പോസിറ്റീവ് ആക്കും. അവർക്ക് സ്വന്തം ബോഡി പണിഷ്മെന്റ് അല്ല, റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാവും. അതിനാൽ ബോഡി ഇമേജ് എന്ന വിഷയം വെറും ബ്യൂട്ടിയെ മാത്രമല്ല, അത് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, മെന്റൽ ഹെൽത്ത്, കോൺഫിഡൻസ്, അക്സെപ്റ്റൻസ് എന്നിവയെ കുറിച്ചെല്ലാമുള്ള ഒരു ഡീപ്പ് അവയർനെസ് ആണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ വെറുക്കാതെ കെയർ ചെയ്യാൻ പഠിക്കണം. കാരണം ജീവിതകാലം മുഴുവനും നമ്മോടൊപ്പം ഉണ്ടാവുന്ന ഒരേ ഒരാൾ നമ്മുടെ ശരീരം മാത്രമാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരമാവധി കുറക്കുക. അത് നൽകുന്ന മോഡൽ ബോഡി എന്ന ചിത്രം ഭൂരിഭാഗവും ഡിജിറ്റൽ കള്ള ചിത്രങ്ങളാണ്. ഫേക്ക് ഐഡികളുടെ ഫാബ്രിക്കേറ്റ് ചെയ്ത പ്രോഡക്റ്റുകളാണവ. ബോഡി ന്യൂട്രൽ അല്ലെങ്കിൽ ഡിവേഴ്സ് ബോഡി ടൈപ്പ് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നത് ഇത്തരം ചിന്തകൾ മാറ്റാൻ നമ്മെ സഹായിക്കും. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്നില്ല, എന്നാൽ വെറുക്കുകയും ചെയ്യേണ്ട. ശരീരത്തെ നാച്ചുറലായി കാണുക എന്നതാണ് ഈ കൺസെപ്റ്റ്. എന്റെ ശരീരം ബ്യൂട്ടിഫുൾ ആണെന്ന് ഫോഴ്സ് ചെയ്യേണ്ട. പകരം എന്റെ ബോഡി എന്നെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യുക. ആരോഗ്യകരമായ ശീലങ്ങൾ സ്വീകരിക്കുക. അത് ശരീരത്തിനോടുള്ള ശിക്ഷയായിട്ടല്ല, മറിച്ച് അതിനോടുള്ള റെസ്പെക്റ്റ് ആയിട്ട് തന്നെ. അമിതമായി ഭക്ഷണം കഴിച്ചുള്ള പണിഷ്മെന്റായി വ്യായാമം മാറരുത്, മറിച്ച് എന്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ അതിനെ നല്ല നിലയിൽ നോക്കേണ്ടതും എന്റെ കടമയാണ് എന്ന ചിന്തയായിരിക്കണം വ്യായാമത്തിനുള്ള പ്രേരണ. എന്റെ ഈ ശരീരത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ നന്നായി കെയർ ചെയ്യുന്നത് എന്ന ബോധ്യമായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇത്തരം ചെറിയ ചെറിയ ചിന്തകൾ തന്നെ ശരീരത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ബോഡി ഇമേജ് എന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള വെറും ഒരു തോന്നൽ മാത്രമല്ല, അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, മെന്റൽ ഹെൽത്ത് എന്നിവയെല്ലാം മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു പവർഫുൾ ഫോഴ്സാണ്.
നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ശരീരത്തെ ഒരു മത്സരവേദിയാക്കി മാറ്റിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയും പരസ്യങ്ങളും ഐഡിയൽ ബോഡി എന്ന കൃത്രിമ മാനദണ്ഡം സൃഷ്ടിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇതിന്റെ ഫലമായി ബോഡി ഇമേജിംഗ് ഇഷ്യൂ, ഈറ്റിംഗ് ഡിസോർഡർ, ഡിപ്രഷൻ തുടങ്ങി നിരവധി മാനസികമായ പ്രശ്നങ്ങൾ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ശരീരത്തിന്റെ മൂല്യം അതിന്റെ ആകൃതിയിലോ വലിപ്പത്തിലോ സൗന്ദര്യത്തിലോ ഒന്നുമല്ല. നമ്മുടെ ബോഡി ഇമേജ് നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല, നാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അതിനെ ഒരു ശത്രുവായി കാണാതെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനെ പോലെ കരുതുക. അതാണ് യഥാർത്ഥ ആരോഗ്യം. നമ്മൾ ജീവിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ബോഡി ഇമേജ് എന്നത് ഒരു പേഴ്സണൽ ഇഷ്യൂ മാത്രമല്ല, അതൊരു സോഷ്യൽ പ്രോബ്ലം തന്നെയാണ്. ഫിൽറ്റേഴ്സ് നിറഞ്ഞ ഫോട്ടോസ് കണ്ടും പെർഫെക്റ്റ് ബോഡി എന്ന അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡിൽ കുടുങ്ങിയും എത്രയോ പേർ സ്വന്തം ശരീരത്തെ വെറുക്കാൻ പഠിച്ചിരിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല സത്യമെന്ന് നാം തിരിച്ചറിയുക. ഓരോ ശരീരവും യൂണിക്കാണ്, വിലപ്പെട്ടതാണ്. ബ്യൂട്ടി എന്നത് ഒരു സൈസല്ല, ഷേപ്പോ കളറോ ഒന്നുമല്ല. അത് കോൺഫിഡൻസ് ആണ്, സെൽഫ് അക്സെപ്റ്റൻസ് ആണ്, നമ്മൾ നമ്മളാണ് എന്ന അവയർനെസ് ആണത്. നെഗറ്റീവ് കമന്റ്സ്, ബോഡി ഷെയ്മിങ്, അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് എന്നിവയെല്ലാം ഒരാളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. സെൽഫ് ലവ് എന്നത് സെൽഫിഷ് അല്ല, അത് മെന്റൽ ഹെൽത്തിനും പീസ്ഫുൾ ലൈഫിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്തി ആയിരിക്കുക എന്നത് സ്ലിം ആവുക എന്നതോ പെർഫെക്റ്റ് ആവുന്നതോ അല്ല. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കുക എന്നതാണത്. അത് തന്നെയാണ് റിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയെ വെറുക്കാതെ കെയർ ചെയ്യാൻ പഠിക്കുക. ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പിയറൻസ് അല്ല, ആറ്റിറ്റ്യൂഡാണ്. കണ്ണാടിയിൽ കാണുന്ന ശരീരം മാത്രമല്ല നമ്മൾ, അതിനകത്ത് ഡ്രീംസും ടാലന്റും ഇമോഷൻസും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനുണ്ട്. അത് നാം മറക്കാതിരിക്കുക. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യുക. സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ രൂപത്തേക്കാൾ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. നന്ദി.